ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഫ്രണ്ട്സ് കൂട്ടുകാരനാണ്. അപ്പോൾ മാമ പോവല്ലേ? ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ വർക്കിന് വന്നതാണ് നമ്മളെ സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുമ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സുഹൃത്തിനെ പരിചയപ്പെടാം. നമ്മളെ സുഹൃത്തായ ബിനീഷ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ പരിചയപ്പെടാം. ബിനീഷ് ആട്ടാ, കപ്പൂര്. ഹായ് ഫ്രണ്ട്സ്, ആ നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്. എൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. ആ ഇടയ്ക്ക് ഈ വീടിൻ്റെ ഈ കയ്യരുടെ സിമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് അറിഞ്ഞ് നിന്ന്. അപ്പോൾ നമുക്ക് ഓണറിനെ പരിചയപ്പെടാം. ഹലോ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? ഹരി. നമ്മുടെ അയൽവാസിയാണ്. ഇതപ്പോൾ വേറൊരു വീട് വെച്ചിട്ടുണ്ട് ഇവിടെ കൊഴിക്കര. ആള് പുതിയ വീട് വെച്ചു. ആള് വിദേശത്തല്ലായിരുന്നു? വിദേശത്ത്. ആ, എവിടെയായിരുന്നു ഹരിയേട്ടാ? സൗദിയിൽ. അവിടെ എന്താ വർക്ക്? ഇലക്ട്രീഷ്യൻ. ആ, ഇപ്പം എത്രയും ഇപ്പം നാട്ടിൽ? ആ, ഇപ്പോൾ നാട്ടിൽ കൂടാന്ന് ചെയ്തില്ലേ, കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അച്ഛനെ കണ്ട്, അച്ഛൻ ഭയങ്കര ആക്റ്റീവാണ്, ആൾ ഉഷാറാട്ടാ. ആ അതെ, ഹരിയേട്ടനോട് നമ്മൾ പറഞ്ഞിട്ടാണ് വീഡിയോക്ക് വരുന്നത് എന്നിട്ടാ. ഇത് പഴയ കാലത്ത് വലക്കട്ടാ. ഇതിപ്പോ എത്ര വർഷം ഉണ്ടാവും മാമ? ആ, അത്രയൊക്കെ ഉണ്ടാവും. പിന്നെ വേറെയും സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അത് കാണിച്ചു തരാം. പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഇവയൊക്കെ. ഇതാണ് കോൽമരം. ഈ കണ്ടം പൂട്ടിയതിന് ശേഷം കണ്ടം ഒപ്പാക്കാനും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആയുധം, കോൽമരം. പിന്നെ ഇത് കരിയുടെ പിടുത്താണ്, ഈ കൽപ്പയുടെ പിടുത്തം. ഈ കന്നിനെ കൊണ്ട് പൂട്ടാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് കൽപ്പ. അതിൻ്റെ പിടുത്താണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇതാണ് ഉരുള്. നമുക്ക് കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കോരി ഒഴിക്കാനൊക്കെ. ഇന്നത്തെ കാലത്ത് കപ്പിയാണ്, പഴയ കാലത്ത് കന്നിനെ കൊണ്ട് വലിച്ചിട്ട് വെള്ളം കോരി ഒഴിക്കാനുള്ള സാധനമാണ് ഈ ഉരുള്. അതുപോലെ തന്നെ കമ്പുരുള്, ഇതിൻ്റെയൊക്കെ ഓരോ വിഭാഗങ്ങളാണ് ഇതൊക്കെ. പിന്നെ തുമ്പുരുള്, അങ്ങനെയുള്ള പല ആയുധങ്ങളാണ് കേട്ടോ. പഴയ കാലഘട്ടത്തിലെ ആശാരിപ്പണിക്കാരുടെ കലാവിരുതുകളാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ കുറവാണ്, ചിലയിടങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മളെ അച്ഛനൊക്കെ പണിയെടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ. അവിടേക്ക് കൊണ്ടുവരും ഇതൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഇപ്പോഴത്തെ കാലത്ത് ഇത് കാണാൻ പറ്റിയത് പറഞ്ഞൊരു ഭാഗ്യം തന്നെ കേട്ടത്. ആ, ഇതിന് മേലെ കയറി നിൽക്കൂലേ, എന്നിട്ടാണ് പോവുക കാളെ പെടിയിൽ വെച്ചിട്ട്. ആ ആ ആ, പൂട്ടുക. ഈ സാധനം കാൽമ കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ. ഫ്രണ്ട് എടുത്ത വർക്കാണ്, കട്ട്ലാൻഡിലെ വർക്കും വാതിലിൻ്റെ വർക്കൊക്കെ. ഈ വീട് അവന് പണി ഏൽപ്പിച്ചു കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ തൊഴുത്തിൻ്റെ മേലെ സിമെൻറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു.
തലഭാഗം കണ്ടാൽ ചിലപ്പോ അത് ചേരയാണ് അത് ചേരട്ടാ. ആ ചേര അതിന്റെ വാൽഭാഗം വാൽഭാഗം നല്ല വാല് ഭയങ്കര നീളം. അയ്യോ പക്ഷെ തലഭാഗം കാണാനില്ല. അല്ല ഈ വാലിന്റെ നീളം കാണുമ്പോ ഈ മൂർക്കാനാവാൻ സാധ്യട്ടാ. ഇത്ര നീളമില്ല. നമ്മൾ അരിയേട്ടൻ്റെ അച്ഛൻ കേട്ടോ വരുന്നത്, നമുക്ക് പരിചയപ്പെടാം. 10 കിട്ടില്ലാട്ടാ. 15 റുപ്യ ചോടവില്ല. ആൾക്കാർ പറയുമ്പോ പറയേ തേക്കിനും ലാവുന്നപ്പോ പോയി നോക്കണം എന്താ വില. ഇവിടെ ഇതിനൊന്നും പറമ്പിൽ വില ഇട്ടാത്ത എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഒരു 5000 റുപ്യ വരുവാണ്. അച്ഛൻ്റെ പേരെന്താണ്? എന്റെ പേര് ശരിക്കും പേര് ബാലകൃഷ്ണൻ. ആ ഇപ്പൊ കൃഷിയൊക്കെ ആയിട്ട് പോകണ്ട പഴയ പോലെ തന്നെ? ഇപ്പൊ കൃഷി എങ്ങനെ മുന്നോട്ട് പോകണ്ട? കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൃഷി എന്താ വെച്ചാൽ കൂലി ചിലവൊക്കെ എല്ലാം കൂടിയ കാരണം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കൃഷിക്ക് ഇപ്പൊ ഏറ്റവും വലിയ ഭീഷണി കാട്ടുപന്നി ശല്യമാണ്. കാട്ടുപന്നി ശല്യം. കാട്ടുപന്നി കൂട്ടത്തോടെ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. അല്ല പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായിരുന്നില്ല. ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്താ വരാൻ കാരണം? വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ 2018 ഉണ്ടായ പ്രളയത്തിന്റെ ഭാഗമായിട്ട് അന്ന് പുഴകളിലൂടെ ഒഴുകി വന്നതും ആ വെള്ളമൊക്കെ വാർന്നപ്പോൾ പുഴയ്ക്ക് അടുത്ത കാട് കയറി താമസാക്കിയതുമാണ്. അങ്ങനെയാണ് ഇവിടെ വന്നതെന്നാണ് പറയണത്. അതിപ്പോൾ അതിന് ശാസ്ത്രീയമായി തെളിവൊന്നും അങ്ങനെ ഇല്ല, പക്ഷെ അതാവാൻ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ പാടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എത്ര ഏക്കർ പാടം നെൽകൃഷി ഉണ്ട്. സ്വന്തമായിട്ട് 2 ഏക്കർ 12 സെന്റ് ഉണ്ട്. അന്നത്തെ കാലത്ത് മറ്റേ കാള കൊണ്ടല്ല പൂട്ടിട്ടൊക്കെ കലപ്പ വെച്ചിട്ട് കലപ്പ കണ്ടു പഴയതൊക്കെ ഞാൻ ഞാൻ കണ്ടു. ഞാൻ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ അതൊന്നും ഇപ്പോൾ ഇറങ്ങണില്ല. ഇപ്പോൾ ട്രാക്ടറിലിപ്പോൾ ടില്ലർ ഇങ്ങനെയൊക്കെ. പണ്ട് കാലത്തൊക്കെ കലപ്പ കാളകളെ വെച്ച് പൂട്ടിയിട്ടും പോത്തുകളെ വെച്ച് പൂട്ടിയിട്ടൊക്കെ നിലകൊടുത്തിരുന്നു. ഇപ്പൊ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില ആൾക്കാർ പറയുന്നുണ്ട് അന്നത്തെ കാലം രസമുള്ള കാലമായിരുന്നു. ഇപ്പൊ എല്ലാവിധ സൗകര്യമായി ആൾക്കാർക്ക്. ഗൂഗിൾ പേ ചെയ്യാനും പൈസ കയ്യിൽ വേണ്ട, അക്കൗണ്ടിൽ പൈസ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും ആൾക്കാർ മനുഷ്യ ബന്ധങ്ങൾക്ക് വിലയില്ലാണ്ടായി. അത് വല്ലാത്തൊരു പോരായ്മ. ഇനി വരും തലമുറകൾക്ക് ഇത് കൂടി വരിക. ഇപ്പൊ തിരക്ക് പിടിച്ച് ജീവിതമായി. ഇപ്പൊ ആരിപ്പോ കൃഷിയിലിപ്പോ നമ്മുടെ അടുത്ത ആൾക്കാരൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. ഇപ്പൊ മറ്റേ ഹിന്ദിക്കാരൊക്കെയാണ് ഇപ്പൊ. എന്താണ് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കൃഷി കർഷകനല്ല കൃഷി ചെയ്യുന്നത്, കൃഷി മാഫിയകളാണ് കൃഷി ചെയ്യുന്നത്. അതപ്പോഴത്തെ പ്രത്യേകത. ഭൂ ഉടമകൾ കൃഷി ചെയ്യുന്നത് വളരെ കുറവേ ഉള്ളൂ. ഒരു 25% ഉള്ളൂ. 75% ഇപ്പൊ നമ്മുടെ പാടങ്ങളിൽ 75% കണ്ടങ്ങളും പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. ബിസിനസ് ലാഭം അവരുദ്ദേശിച്ച ലാഭമാണ്. കണ്ടത്തിന്റെ വരമ്പ് നന്നാക്കിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ പശ കൊടുത്തിട്ട് നെല്ലുണ്ടാക്കുക, ലാഭം ഉണ്ടാക്കണം. ലാഭമാണ് അവർ ലക്ഷ്യം. അതെ കണ്ടങ്ങൾ വൃത്തിപോലെ വതിരും വരമ്പ് നേരാക്കി നോക്കണം, അതൊന്നും അവർക്ക് ഇല്ല. ഇപ്പൊ ഇവിടെ ഈ പാണമ്പടി ഭാഗത്ത് ഒരു കർഷകനുണ്ട്, സുലൈമാൻ എന്ന് പറഞ്ഞാൽ. അയാള് അരിക്കളിക്കൂല, വരമ്പ് വയ്ക്കൂല, കൂട്ടാൻ നടുക. വളം കൊടുത്താൽ വെതറുക. കിട്ടിയ കാര്യം പണി കുറയ്ക്കുക, ലാഭം ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോൾ ജൈവവളമല്ലേ ഉപയോഗിക്കണത്? ജൈവവളം രണ്ടുണ്ട്. ജൈവവളം രാസവളമുണ്ട്. ഇപ്പോൾ കൂടുതൽ ജൈവവളമല്ലേ നല്ലത്? ജൈവവളം നിലം ഒരുക്കണ സമയത്ത് ജൈവവളം ഉപയോഗിക്കും. പിന്നീട് 2 ഘട്ടം ആയിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കും. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങളില്ലേ കൃഷിയുടെ? ഇപ്പോഴും കൃഷി നടക്കുന്നില്ലേ? ഇപ്പോൾ നെയ്യ് കൊയ്യാറായില്ലേ? അപ്പോൾ സൗഹൃദം മീഡിയ ചാനൽ ഇത്രയധികം സംസാരിച്ച അപാരൻ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.
ഇതെന്ത് സംഭവം കേട്ടോ? റൊട്ടേറ്ററാ? അതായത് ഇത് നെല്ല് പൊടിക്കണത്, മണ്ണ്. ആ ആ കോറി. അപ്പോൾ ചേട്ടാ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഒരുപാട് താങ്ക്സ്.